ഹായ് കൂട്ടുകാരെ. അപ്പൊ ഞാനിന്നേ ഉണക്കക്കൊഞ്ച് തീയൽ വെക്കാൻ പോവാ. ഉണക്കക്കൊഞ്ച് തീയൽ ഇഷ്ടമുള്ളവരെല്ലാം ഉണ്ടോ? എനിക്കിഷ്ടമാട്ടോ. ഉണക്കമീനൊന്നും കഴിക്കത്തില്ല, പക്ഷെ ഉണക്കക്കൊഞ്ച് തീയൽ വെച്ചത് കഴിക്കും. അപ്പൊ ഇന്നത്തെ കലാപരിപാടി അതാകാന്ന് വിചാരിച്ചു. കുറച്ച് ജോലിയുള്ളതാ എങ്കില് കറി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറൊക്കെ കഴിക്കാം. അപ്പൊ ആദ്യം ചെറിയ ഉള്ളി എടുക്കണേ. ചെറിയ ഉള്ളി വൃത്തിയാക്കി, എല്ലാവരും എങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെറിയ ഉള്ളി വൃത്തിയാക്കി ചെറിയൊരു പഴുത്തക്കാളി കൂടെ വെച്ചിട്ട് പച്ചമുളക് ഇട്ട് വഴറ്റിയിട്ട് തേങ്ങാപ്പാലും ചേർക്കാം, തേങ്ങ വറുത്തരച്ചും ചേർക്കാം. രണ്ട് ടേസ്റ്റ് ആട്ടോ. ഞാൻ തേങ്ങ വറുത്തരച്ച് ചേർക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തേങ്ങാപ്പാലാണ് ചേർത്തത്. ഇപ്രാവശ്യം തേങ്ങ വറുത്തരയ്ക്കാന്ന് വിചാരിച്ചു. തേങ്ങയും വറുത്തരച്ച്, തേങ്ങ മാത്രമല്ല കേട്ടോ, അതിനകത്ത് മസാല ഐറ്റംസ് എല്ലാം ചേർന്ന്, അതിന് വേണ്ടുന്ന മസാലകളെല്ലാം ചേർന്ന്. മുളക്, ലേശം മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടി. ഞാൻ എൻ്റെ രീതിയിൽ പറയാം കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെയാ വേവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ പറയാം. ഞാൻ ലേശം മല്ലിപ്പൊടിയും ചേർക്കും, ലേശം ഉലുവാപ്പൊടിയും ചേർക്കും. അപ്പൊ കണ്ണൊക്കെ അതേ നിറഞ്ഞു വരുന്നുണ്ട്. ചെറിയ ഉള്ളി പൊട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങും. അപ്പൊ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വറുത്ത്, കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് നല്ലോണം അരച്ചിട്ട് എന്താ പറഞ്ഞേ, കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെറിയ ഉള്ളിയും പഴുത്ത തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കുമല്ലോ. ചെറിയ ഉള്ളി ആദ്യം ഇടണം കേട്ടോ, പഴുത്ത തക്കാളി ഒരു പകുതിയായിട്ട് ഇട്ടാൽ മതി. ചെറിയ ഉള്ളി ആദ്യം ഇട്ട് നല്ലോണം ലേശം ഉപ്പും കൂടെ വെച്ചിട്ട് ചെറിയൊരു തീക്കൊന്ന് ആവിയിൽ ഒന്ന് വേവാൻ വെക്കണം, എങ്കിലേ ചെറിയ ഉള്ളി വേവൂ. അപ്പം ആവിയിലൊന്ന് വേവിച്ചിട്ട് പിന്നെ അതിന് മൂടി മാറ്റിയിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റണം. അപ്പോൾ വഴറ്റി നല്ലോണം ഒരു മെറും കളർ നല്ലോണം വഴവണം. വഴണ്ട് കഴിയുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളി വഴറ്റാൻ വെച്ചേക്കുന്നത് കൂടെ തട്ടിയിട്ടിട്ട് അതൊന്ന് ചെറിയൊരു ആവിക്കൊന്ന് ആക്കിയിട്ട് വേണം. പിന്നെ നല്ല വഴണ്ടൂന്ന് ഉറപ്പാകുമ്പോൾ നമ്മളത് അരച്ചു വെച്ചേക്കുന്ന കൂട്ടില്ലേ, അരച്ചു വെച്ചേക്കുന്ന കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. വേഗണ്ട പഴുത്ത തക്കാളി, ചെറിയ ഉള്ളി. ഇനി ഇതിനെ നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞ് മാറ്റാം. അപ്പൊ ഞാനിത് ഫോണേ ഇവിടെ ഇങ്ങനെ ജനാലിന്റെ പടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എനിക്ക് നിങ്ങളെ ചെയ്യുന്നത് കാണിക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് ക്യാമറമാൻ ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ നല്ല ക്യാമറമാനും പറയുന്നതില്ല. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അരിയാം. അപ്പൊ ദേ നമ്മുടെ ചെറിയ ഉള്ളി വഴറ്റാനിട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ വഴറ്റാൻ വെച്ചേക്കണം. അപ്പൊ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആവിയിൽ, ചെറിയൊരു ആവിയിൽ വേവണം, എങ്കിലേ ഉള്ളിയൊക്കെ വേവും. നമുക്ക് അടച്ചു വെച്ചേക്കാമേ. അപ്പൊ നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. ഉള്ളിയിലേക്ക് നമ്മൾ തക്കാളി മുറിച്ച് വെച്ചേക്കുന്നത് ഇടുക. എല്ലാവരും തക്കാളി ചേർക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചിലവരാണെങ്കിൽ പുളിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പുളി ഇഷ്ടമല്ല അധികം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഴുത്ത തക്കാളി ചേർക്കുന്നത് കേട്ടോ. ഈ പഴുത്ത തക്കാളി ചേർക്കുന്നത് കൊണ്ടൊരു നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. അപ്പൊ ഇതൊന്ന് ചെറിയൊരു ആവിക്കൊന്ന് ആവട്ടെ. നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പൊടി ഇട്ടിട്ട് അവിക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വീണ്ടും നമ്മൾ പഴുത്തക്കാളി അരിഞ്ഞു വെച്ചതും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഇപ്പതേ കൊഞ്ച് വൃത്തിയാക്കി. കൊഞ്ച് ഞാൻ
ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളത്തിനകത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി വാരി പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഉണക്കക്കൊഞ്ച്. അപ്പോൾ നമ്മൾ കൊഞ്ചൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, അത് ഉണക്കക്കൊഞ്ചാണ് അങ്ങനെ വൃത്തിയാക്കി അങ്ങനെ കറി വയ്ക്കരുത്. ഒന്ന് കഴുകി. അപ്പം ഇതിനി നമ്മൾ ആ വയറ്റിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് അതിനകത്ത് മസാല തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് അടിപൊളി ഒരു കൊഞ്ച് തീയൽ വയ്ക്കാം. എന്താ അപ്പം നമ്മുടെ കറിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചു എന്നറിയാം. എങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് കൊഞ്ച് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ. അപ്പതേ ചോറ്, പപ്പടം. എനിക്ക് തീയലിൻ്റെ കൂടെ പപ്പടം വേണം കേട്ടോ. അത് എന്ത് തീയൽ വെച്ചാലും പപ്പടം വേണം. പപ്പടം ഇവിടെ കുഴിയുണ്ട്. അപ്പോൾ ചോറ്, പപ്പടം, പിന്നെ നമ്മുടെ ഐറ്റം ഇതാണ് കൊഞ്ച് തീയൽ കണ്ട. അപ്പം ഇവനെ നമുക്ക് ചോറിലോട്ട് കുറച്ചൊന്ന് ഒഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കക്കൊഞ്ച് തീയൽ വെച്ചത്. ഉള്ളി തീയൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇതേ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കണ്ട ശകലം എടുത്ത കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, ചോറ് കഴിക്കാം. കൊഞ്ച് കറിയും കൂട്ടി നല്ല സൂപ്പർ കറിയാണ്. ഒരു പപ്പടമാകുമ്പോൾ അടിപൊളിയാണ്. ഇത് നോക്കാം. ബൈ ബൈ.